പള്ളിന്റെ ആ ഭീമാപള്ളി ഉമ്മച്ചിന്റെ അടുത്ത് ചെന്നാൽ ആളുകൾ സഹായം ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അങ്ങേരോടാണ്. ഓച്ചിറയിലെ, കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ ചെന്നാൽ ഓച്ചിറ ദാമോദരൻ എന്ന ഒരു മനുഷ്യന്റെ മക്ബറയട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്തവരൊക്കെ ഇന്നും ഭൂമി ലോകത്ത് നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുണ്ട്. ഓച്ചിറയിലെ ദാമോദരൻ എന്ന വ്യക്തിക്ക് മക്കാമുണ്ടാക്കി ദർഗയുണ്ടാക്കിയിട്ട് ഉറൂസ് നടത്തുന്ന മനുഷ്യരെ ആളുകളെ കൊണ്ട് അവിടെ ചെല്ലിപ്പിക്കുന്നതും പാടിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും ആരോട് പ്രാർത്ഥിക്കാനാ? വെളിയങ്കോട് മുനമ്പത്ത് ബീവിന്റെ മക്കാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരെ, മുനമ്പത്ത് ബീവിന്റെ പേരെന്താണ്, അഡ്രസ് എന്താണ്, ആൾ ഏത് നാട്ടുകാരനാണ്, ഇസ്ലാമാണോ മുസ്ലിമാണോ വേറെ ഏതെങ്കിലും കാറ്റഗറിയാണോ? അല്ലാഹു അഅലം. ഇന്ന് വരെ ഒരാൾക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന 35 കൊല്ലം മുമ്പ് മരിച്ച ഒരു മനുഷ്യനെ, വെറും 35 കൊല്ലം മുമ്പ് മരണപ്പെട്ട ഒരു മനുഷ്യനെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഉങ്ങളെ തുണയല്ല അതൊരു തുണയും ഞങ്ങളിലില്ല മടവൂരേ. മലയാളത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ രക്ഷിക്കാനും സഹായിക്കാനും മടവൂരെ നിങ്ങളല്ലാതെ ഞങ്ങൾക്കാരുമില്ല. ആരാ? ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന ആ മനുഷ്യനെ കുറിച്ച് എഴുതിയ പുസ്തകം ഇന്ന് നാട്ടിലുണ്ട്. നമ്മൾ ആരും എഴുതി പിടിപ്പിച്ചതല്ല. CM സ്മരണിക എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ മനുഷ്യനെ കുറിച്ച് എഴുതി വെച്ച വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? CM എന്ന് പറയുന്ന ആ മനുഷ്യൻ നമസ്കരിക്കാറില്ലായിരുന്നു. നമ്മളാണോ ഔലിയാക്കണം? നിസ്കരിക്കണം നമ്മൾ ഔലിയാകാതിരിക്കുക, നിസ്കരിക്കാത്ത ആൾക്കാർ ഔലിയാകുക. എന്ത് വിരോധമാണ് ഈ പറയുന്നത്? നമസ്കരിക്കാറില്ലായിരുന്നു, നോമ്പെടുക്കാറില്ലായിരുന്നു, ജുമാക്ക് പങ്കെടുക്കാറില്ലായിരുന്നു, സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, തുരുതുരാ സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു. വേണോ? ആ മനുഷ്യനെ കുറിച്ചാണ് 35 കൊല്ലം കഴിഞ്ഞപ്പോ ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് കേരളത്തില് പറഞ്ഞില്ലേ? ഇരുത്തിയോ? നിങ്ങളുടെ പടച്ചോൻ ആരാന്ന് ചോദിച്ചാൽ അതേ ഞങ്ങളുടെ പടച്ചോൻ മടവൂരാണെന്നറിഞ്ഞോളി. പാട്ടും പാടി ധൈര്യമായി സർട്ടിഫിക്കറ്റും കൊടുത്തു. ആകാശലോകത്ത് കൂടെ പോകുന്ന കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റ് എവിടെയെങ്കിലും കൂട്ടിമുട്ടിയാൽ CM മടവൂര് ഉറങ്ങാണെന്ന് വിചാരിച്ചാ മതി. അത്രക്ക് പറഞ്ഞില്ലേ? ഇവിടെ എവിടെയെങ്കിലും ഒരു ഇല അനങ്ങിയാൽ അത് ശൈഖ് അറിയാതെ പോകൂല എന്ന് വരെ ഇപ്പോഴും പറഞ്ഞ് പാടി നടക്കുന്നില്ലേ? മനുഷ്യരെ ഒന്ന് ആലോചിച്ച് നോക്ക്. പള്ളികൾ ആർക്കുള്ളതാവ? അന്നൽ മസാജിദ ലില്ലാ. ആര് പള്ളി ഉണ്ടാക്കിയാലും ഏത് പ്രസ്ഥാനം ഉണ്ടാക്കിയാലും പള്ളിന്റെ അസ്ൽ എന്താണ്? അള്ളാഹ്ക്കുള്ളതാണ്. എന്താ അവിടെ ഉണ്ടാവേണ്ട മെയിൻ ക്വാളിറ്റി എന്താ? ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളിൽ അല്ലാഹുവോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. റബീഉൽ അവ്വൽ വന്ന മാസം വന്നപ്പോൾ നമ്മുടെ പള്ളിന്റെ ഉള്ളിൽ നിന്ന് കേട്ടത് വിശുദ്ധ ഖുർആന്റെ ഓത്തായിരുന്നു. നബിക്ക് ലഭിച്ച ഗ്രന്ഥമേതാ? ഖുർആനായിരുന്നു. ഒരു മനുഷ്യൻ പള്ളിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുമ്പോൾ എത്ര പുണ്യകരമാണ്. എന്നാൽ ജനങ്ങളിൽ നിന്ന് ഖുർആൻ മേടിച്ചു പകരം അവരുടെ കയ്യിൽ കൊടുത്തത് മൗലിദ് കിതാബുകൾ കൊടുത്തു. ഖുർആനേക്കാൾ പോരിഷുണ്ട്, ശറഫുൽ അനാമുണ്ട്, മങ്കുസ് മൗലിദുണ്ട്, മറ്റു പലതും നടക്കുന്നുണ്ട്. എന്താ വിളിച്ചു ചോദിക്കുന്നത്? നബിയേ ഞങ്ങളുടെ പാപം പൊറുക്കണം. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫിഹി യാ സയ്യിദി ഖൈറൻ നബി. അറബിയിലായതുകൊണ്ട് ആലത്തൂർ പടി അങ്ങാടിയിൽ ആർക്കും തിരിയില്ല. എല്ലാവരും മദ്ഹാന്ന് വിചാരിച്ചു പാടി. നബിയെ ഒരുപാട് പാപം ചെയ്തോനാണ്, ഞങ്ങൾക്ക് പുറത്തു തരണം, ഞങ്ങളോട് മാപ്പാക്കണം. ഇത് നബിനോട് ചോദിക്കേണ്ടതാ. അടുത്ത മൗലിദ് കിതാബിൽ എന്താ പറഞ്ഞത്? മദ്ഹാൻ എന്ന് പറഞ്ഞ് പാടി ചൊല്ലിക്കുന്നത് എന്താ? പള്ളിന്റെ ഉള്ളിന്ന് അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക കാദ ഹസൻതു ലന്നി യാ ബശീറു യാ നദീറു. നബിയെ അങ്ങയുടെ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു. ഞാൻ നബിന്റെ അടിമയാണ്. നമ്മളൊക്കെ അബ്ദുള്ള എന്ന് വിളിക്കുക, അള്ളാന്റെ അടിമ എന്നാ മൗലിദ് പഠിപ്പിക്കുന്നത്. നബിയെ അങ്ങയുടെ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു, എനിക്കെന്താ വേണ്ടത്? എനിക്ക് പാപം പൊറുക്കണം നബിയെ. അതിനാണ് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് റബ്ബിഗ്ഫിർലി അല്ലാഹുമ്മ ഗ്ഫിർലി ഇതൊക്കെ പഠിപ്പിച്ചത് അതിനു വേണ്ടിയിട്ടാ. അള്ളാഹിനോടാണ്. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹയല്ലാതെ ആരാ നിങ്ങൾക്ക് പാപം പുറത്തു തരാനുള്ളത്? തെറ്റിച്ചില്ലേ? റബീഉൽ അവ്വൽ കഴിഞ്ഞ റബീഉൽ ആഖിറിൽ ജീലാനിയുടെ ആണ്ടാണ്. എന്താ ജീലാനിക്ക് ജന്മദിനമില്ലാത്തത്? നബി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ജീലാനിയുടെ ജന്മദിനം ആഘോഷിക്കാത്തത്? കാരണം നമുക്കറിയാം അത് റമദാനിലാണ്. ഒരു തുള്ളി വെള്ളം കിട്ടൂല, ഒരു കാര്യം നടക്കൂല, ഒരു ലഡും കിട്ടൂല, ഒരു ജിലേബി നടക്കൂല. പിന്നെ അത്യാവശ്യത്തിന് റമദാനിന് വേണ്ട വരുമാന മാർഗ്ഗമൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ അന്ന് ജന്മദിനം വേണ്ട, പോട്ടെ, നിങ്ങൾ ആണ്ട് കഴിക്കുന്നു ജീലാനിയുടെ. നബി തങ്ങൾ മരിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്. ഒരു ആണ്ട് ഇതുവരെ ഒരു പോസ്റ്ററും കണ്ടിട്ടില്ല. അപ്പൊ തോന്നുന്നത് അങ്ങനെ ഉണ്ടാക്കുകയാണ്. ദീനിൽ അങ്ങനെ ഒരിക്കലും വരൂലല്ലോ. സുഹൃത്തുക്കളെ, ഒന്ന് മാത്രം ആലോചിക്ക്. പള്ളിന്റെ ഉള്ളിൽ നിന്ന് മുഹയ്യദ്ദീൻ മാല പാരായണം ചെയ്യുന്ന മനുഷ്യർ എന്താ പാടി
പാടിക്കൊണ്ടിരിക്കുന്നത്. എവിടുന്ന് വിളിച്ചാലും മുഹിയുദ്ദീൻ ഷെയ്ഖ് ഉത്തരം നൽകും. മുഹിയുദ്ദീൻ ഷെയ്ഖിന് 99 നാമങ്ങളുണ്ട്. വേണോ? കിതാബിൽ എഴുതിച്ചതാണ്. 99 നാമുണ്ട്. അള്ളാഹ്ക്ക് 99 നാമുണ്ട്. ആകെന്ന് ചൊല്ലൂകിൽ ആകുന്നതെന്നോവർ. മുഹിയുദ്ദീൻ ഷെയ്ഖ് ഒരു വസ്തുവിനോട് കുൻ എന്ന് പറഞ്ഞാൽ അപ്പതുണ്ടാകും. അള്ളാഹിന്റെ ഖുർആനിൽ എന്താ പറഞ്ഞത്? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹ് ഒരു കാര്യം കുൻ എന്ന് പറഞ്ഞുണ്ടാകുന്നതാണ്. അള്ളാഹ്ക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ പുറത്തേക്ക് കൊടുത്തിക്കാണ്. എവിടുന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാലും ഉത്തരം ചെയ്യുന്നവൻ ആരാ? അള്ളയാണ്. അത് മുഹീദ്ദീൻ ഷെയ്ഖിന് പറ്റുന്ന പഠിപ്പിക്കുന്നത്. അതും കഴിഞ്ഞാൽ കുത്തുബിയ്യത്ത് എന്ന് പറയുന്ന 300 കൊല്ലം പഴക്കമുള്ള സ്വദഖത്തുല്ലാഹിൽ കാഹിരി എന്ന തമിഴ്നാട്ടുകാരൻ ഉണ്ടാക്കിയ 300 കൊല്ലം പഴക്കമുള്ള ഇമാം ഷാഫി തങ്ങൾക്ക് അറിയില്ല, ഹംബൽ ഇമാമിന് അറിയില്ല, ഇമാം ബുഖാരിക്ക് അറിയില്ല, ഇമാം മുസ്ലിമിന് അറിയില്ല, 300 കൊല്ലം മുമ്പ് മരിച്ചുപോയ നമ്മുടെ വല്ലിപ്പാർക്ക് അറിയില്ല. ഈ 300 കൊല്ലം പഴക്കമുള്ള ഈ പുതിയത് കൊണ്ടുവന്നവരല്ലേ പുത്തൻവാദികൾ. ഇത് വേണ്ട, നമുക്ക് പഴയ 1400 കൊല്ലം മുമ്പുള്ള ഖുർആനും ഹദീസും മതി എന്ന് പറഞ്ഞാൽ പുത്തൻവാദിയാകൂല. അവര് പഴയവാദികളാണ്. ഈ 300 കൊല്ലം പഴക്കമുള്ള കുതുബിയത്ത് ചൊല്ലണമെങ്കിൽ സാധാരണ പോലെയല്ല. ആഴത്തു പഠിക്കാരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ, ഈ സദസ്സിൽ മുമ്പ് ചെയ്ത ആൾക്കാരുണ്ടാവുമല്ലോ. ഒതുണ്ടാക്കണം. 12 റക്അത്ത് നിസ്കരിക്കണം. അള്ളാന്റെ ഖുർആൻ ഉണ്ടോ ഈ നിയമം? 12 റക്അത്ത് നിസ്കരിക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ വൃത്തിയായി സുഗന്ധം പൂശി ഉറക്കം തൂങ്ങാതെ പോയി ഇരിക്കണം. ഇരുന്നിട്ട് യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഹാദിറു ഹാദിറു ഇൻ മജ്ലിസിൽ ഹാദിറു ഇങ്ങനെ പറഞ്ഞിട്ട് 1000 തവണ ശൈഖിനെ ലൈറ്റ് ഓഫാക്കി വിളിക്കുകയാണ്. കേരളത്തിന്റെ മലപ്പുറത്ത് കിടക്കുന്ന നമ്മള് ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മലയാളം തിരിയാത്ത മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 തവണ വിളിക്കുന്ന കുത്തുബിയ്യത്ത് തെറ്റാണെന്ന് പറയാൻ ഇന്ന് ആർക്കവിടെ ധൈര്യമുള്ളത്? ഞങ്ങൾ പറയും, ഞാൻ പറയും, ശരീരത്തിന് ജീവനുള്ള കാലത്തോളം പറയും ഇത് ഭയങ്കര അബദ്ധമാണ്. എന്തുകൊണ്ടാണ് അതിൽ അബദ്ധം വന്നിരിക്കുന്നത്? 1000 തവണ യാ ശൈഖ് മുഹിയുദ്ദീൻ എന്നൊരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യും, സഹായിക്കുന്ന, വിശ്വസിക്കുന്നവരായി മാറുന്നത് എത്ര വലിയ വിരോധമാണെന്ന് ആലോചിച്ച് നോക്ക്. അവസാനിച്ചില്ല. റിഫായി മാലയിൽ റിഫായി റാത്തീബ് പാരായണം ചെയ്യണമെങ്കിൽ വെറുതെ ഒതുണ്ടാക്കി വന്നാ പോരാ, നല്ല കത്തി വേണം. റിഫായി റാത്തീബ് നടക്കണമെങ്കിൽ കത്തി വേണം. എന്നിട്ട് ശരീരത്തിലേക്ക് കത്തി എടുത്തിട്ട് കുത്തറാത്തീബ് എന്നതിന്റെ പേരെന്നെ എടുത്തിട്ട് കുത്തുകയാണ് ശരീരത്തിൽ. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടോ? ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ദിക്റുണ്ടോ? ഓരോ ദിക്റെല്ലാം കത്തിയെടുത്ത് പോണ പരിപാടി ഇസ്ലാമിലുണ്ടോ? ഇതൊക്കെ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ചൊല്ലി നടക്കുന്ന മനുഷ്യന്മാര് ഇന്ന് ഈ 2026 ഈ മെയ് മാസത്തിൽ ഇരുന്ന് ചിന്തിക്ക്, ഞാൻ ഏത് നൂറ്റാണ്ടിലാണ് ഇതൊക്കെ പറയുന്നത്? ഞാൻ ഈ പറയുന്നതിന് എന്താ രേഖ? ഈ പറയുന്നത് എന്താണ് ഇസ്ലാമുമായിട്ട് ബന്ധം? ശരീരത്തിൽ കുത്തി ഇറക്കിയിട്ട് കുത്തുറാത്തീബ് നടത്തിയിട്ട് എന്താ വിളിക്കണത്? യാ അല്ലാഹ് അല്ല, യാ റഹ്മാൻ അല്ല, യാ അഹ്മദൽ കബീർ റിഫായി. റിഫായി ഷെയ്ഖിനെ വിളിക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയ അബദ്ധങ്ങളുടെ, അന്ധവിശ്വാസങ്ങളുടെ മാലപ്പടക്കങ്ങൾ നിറഞ്ഞ ഈ ഗ്രന്ഥങ്ങളെല്ലാം ഹദ്ദാദും റാത്തീബും മങ്കൂസ് മൗലിദും ശറഫുൽ അനാമി എന്തെടുത്തു വെച്ചോ, കേവലം 700 കൊല്ലത്തിന്റെ മേലക്ക് പാരമ്പര്യമില്ല. അവിടെ അവസാനിക്കും. മാക്സിമം 700, അതിന്റെ മേലക്ക് പോകൂല. നമ്മൾ ഇസ്ലാം എവിടുന്ന? നബിതങ്ങൾ എന്താ പറഞ്ഞത്? ഖൈറുന്നാസി ഖർനി, ഏറ്റവും ഉത്തമമായ തലമുറ എന്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള തലമുറ. ആദ്യത്തെ 3 തലമുറ ഓർക്കൊക്കെ ഇതൊക്കെ അറിയോ? ഓലെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നിമിഷത്തിൽ, സുഹൃത്തുക്കളെ, ബിലാൽ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ ആ നിലത്ത് കടത്തിയിട്ട് വലിച്ചു കൊണ്ടുപോയ ഒരു ചരിത്രമുണ്ട്. ബിലാൽ റളിയല്ലാഹു എന്ത് തെറ്റാ ചെയ്തത്? അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കൂ, അള്ളാഹുവാണ് അഹദ് എന്ന് പ്രഖ്യാപിച്ചു. സുമയ്യ ബീവിന്റെ ശരീരത്തിൽ പച്ചയായ ദണ്ട് കയറ്റിയത് എന്ത് പറഞ്ഞതിന്റെ പേരിലാ? അള്ളാഹു അഹദ്, അള്ളാഹിനോടേ പ്രാർത്ഥിക്കൂ, അള്ളാഹ് ഏകനാണ്, മറ്റൊന്നിലേക്ക് ഞങ്ങൾ വിളിക്കൂലെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ അതിന്റെ തിക്ത ഫലങ്ങളായിരുന്നു യാസിർ കുടുംബത്തിന് മുഴുവൻ ക്രൂരതയുണ്ടായത്. മുഹാജിരീങ്ങൾ മക്ക വിട്ട് ഹിജ്റ പോയത്, അബിസീനിയയിലേക്ക് പോയത് ഈ ആദർശ പ്രബോധനത്തിന്റെ, ഈ നിർഭയത്വത്തിന്റെ സന്ദേശത്തിൽ കൂടെ നിന്നതുകൊണ്ടാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. മനുഷ്യൻ അവന്റെ ജീവിതത്തെ ചിട്ടയായി കേൾക്കാനും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിലേക്ക് മടങ്ങുവാനും സന്നദ്ധനാവണം. ലോകത്ത് വന്ന അമ്പിയാക്കന്മാരുടെ മഹത്തമായ സന്ദേശത്തെ നമ്മൾ സ്വീകരിക്കണം. അവസാന പ്രവാചകർ വേദഗ്രന്ഥത്തിലൂടെ, ഖുർആനിലൂടെ പറഞ്ഞ ഏറ്റവും പ്രധാനമായ കാര്യം പോലും നമ്മൾ വിസ്മരിച്ചുകൂടാ എന്നാണ് ഇത്രയും സമയം നമ്മൾ സംസാരിച്ചത്. എൻ്റെ ആരാധനകളും എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ ഇബാദത്തുകളും എല്ലാം എൻ്റെ റബ്ബിലേക്കാണ് ഞാൻ നൽകുക എന്ന് പ്രതിജ്ഞ എടുക്കുന്നവരാണ് നമ്മൾ. അത് പാലിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് ആലോചിക്കണം. സത്യത്തിന്റെ ആളുകളായി, സത്യത്തിന്റെ വക്താക്കളായി മാറാൻ നമ്മൾ ആഗ്രഹിക്കണം.
വഅന്നമാ യദ്ഊന മിൻ ദൂനിഹിൽ ബാത്തിൽ വഅന്ന അല്ലാഹ ഹുവൽ അലിയ്യുൽ കബീർ. ذلك بأن الله هو الحق, അല്ലാഹുവാണ് ഹഖായിട്ടുള്ളവൻ. വഅന്നമാ യദ്ഊന മിൻ ദൂനിഹിൽ ബാത്തിൽ, അല്ലാഹുവല്ലാത്തവരോടുള്ള ഏതൊരാളോടുള്ള പ്രാർത്ഥനയും ബാത്തിലാണ്. അല്ലാഹു ഉന്നതനാണ്, കബീറാണ്, അലിയാണ്. അവനാണ് അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, എല്ലാത്തിന്റെയും സൃഷ്ടാവ് അവനാണ്. എല്ലാം കേട്ട് ഉത്തരം നൽകാൻ കഴിവുള്ളവൻ അവനാണ്. അല്ലാഹുവല്ലാത്ത ഏതൊരാൾ നോക്കി, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മഹാപണ്ഡിതനോട് ഇവിടെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ, ജീവിച്ചിരിക്കുന്നവരോട്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പോഴും വഫാത്തായിട്ടില്ലല്ലോ, ഈസാ നബിനോട് നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞൊരു നിയമം നോക്കി, ഇൻ തദ്ഊഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥനകൾ അവർ കേൾക്കൂല. വലൗ സമിഉ, ഇനി കേട്ടാൽ തന്നെയും, മസ്തജാബു ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവർ ഉത്തരം നൽകൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ നടത്തിയ ഈ ശിർക്ക് കാരണം കൊണ്ട് അവർ പരലോകത്ത് വന്ന് നിഷേധിക്കുകയും ചെയ്യും. ഇത് പേടിക്കണം. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് 3 പ്രഗൽഭമായ കിതാബ് എഴുതിയിട്ടുണ്ട്. അൽ ഗുനിയയുണ്ട്, ഫുതൂഹുൽ ഗൈബുണ്ട്. ആ നിലക്കുള്ള അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ഒരിക്കലും ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയ 23 കൊല്ലത്തെ ആ ഖുർആനിലോ ഹദീസിലോ എവിടെയെങ്കിലും നബിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ പിൽക്കാലത്തുണ്ടാക്കിയ ഈ കൃത്രിമങ്ങൾ നിറഞ്ഞ ഈ ളലാലത്തുകൾ തുന്നിപ്പിടിപ്പിക്കപ്പെട്ട വ്യക്തികളാണെങ്കിലും ഗ്രന്ഥങ്ങളാണെങ്കിലും നമ്മളോട് അള്ളാന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തെ കരക്കയറ്റാൻ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ധാരാളം പേരുണ്ട്, ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കും, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കും. അള്ളാന്റെ ഖുർആൻ പറയാണ്, ജനങ്ങളുടെ സമ്പത്ത് തിന്നുകയാണെങ്കിൽ അത് അങ്ങനെ കഴിയുമായിരുന്നു. അതും അവസാനിക്കൂല. അവർ സത്യത്തിൽ നിന്ന് ജനങ്ങളെ, ദീനിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ച് നടക്കുന്നവരുണ്ട്. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സൂറത്തുൻ നിസാഇന്റെ ഈ വാചകത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. വബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനിക്കുന്ന ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണേ, നമ്മുടെ ദീനിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ. ധാരാളം ആരാധനാ കർമ്മങ്ങളുമായി പടച്ചറബിലേക്ക് മരിക്കുവോളം വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, യഖീനായ മരണം വരുന്നത് വരെ റബ്ബിനെ ആരാധിക്കാനാ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. നമ്മുടെ ബലികർമ്മങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാകണം. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കണം, നിന്റെ റബ്ബിന് വേണ്ടി ബലിയറുക്കണം. നമ്മുടെ ഉദ്ഹിയ്യത്തിന്റെ കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുന്നു ഇബ്രാഹിം നബിന്റെ പൊരുത്തത്തിനാണോ? അല്ല. ഇസ്മായിൽ നബിന്റെ തഖർറുബ് കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി അഖീഖ അറുക്കുന്ന മക്കളുടെ കുരുത്തവും പൊരുത്തവും ബർക്കത്തും കിട്ടാനാണോ? അല്ല. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ് ആ അറവെല്ലാം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ റമദാൻ 17 ബദരീങ്ങളുടെ ആണ്ട് എന്തിന്റെ പേരിലാണ്, ആരുടെ പേരിലാണ്, എന്ത് ഖുർബത്ത് കിട്ടാനാ? റബീഉൽ അവ്വൽ 12 അറവും ചോറും ആരുടെ ഖുർബത്ത് കിട്ടാനാ, എന്ത് പ്രതീക്ഷിച്ചിട്ടാണ്? ജീലാനി ദിനത്തിന് കുറ്റൻ പോത്തുകളെ കെട്ടിവലിച്ചു കൊണ്ടുവന്ന് അറത്ത് നടത്തി അതിന്റെ ഭക്ഷണം കൊടുക്കുന്നത് ആരുടെ ഖുർബത്ത് കിട്ടാനാണ്? ഇത് സൂക്ഷിക്കേണ്ടതാണ്. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയറുക്കുന്നത് അല്ലാഹ് ശപിച്ചിരിക്കുന്നു. മയ്യിത്ത് ശവം നിങ്ങൾക്ക് തിന്നാൻ പറ്റൂല, ഹറാമാണ്. വദ്ദമ, രക്തം തിന്നാൻ പറ്റൂല, കുടിക്കാൻ പറ്റൂല, ഹറാമാണ്. വലഹമൽ ഖിൻസീരി, പന്നിമാസം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റൂല, വിൽക്കാൻ പറ്റൂല, ഹറാമാണ്. അടുത്തത് വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയറുക്കപ്പെട്ടത് നിങ്ങൾക്ക് ഹുർരിമ, ഹറാമാണ്. കിതാബുകളിൽ മഹാന്മാരായ മദ്ഹബിന്റെ പ്രഗൽഭരായ പണ്ഡിതന്മാര് പോലും അത്തരം കാര്യങ്ങളെ സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട്. ഈസാ നബിന്റെ പേരിലോ മൂസാ നബിന്റെ പേരിലോ സ്വനമകളുടെ വിഗ്രഹങ്ങളുടെ പേരിലോ വേറെ എന്തിന്റെ പേരിൽ അറവ് നടത്തിയാലും മുർത്തദ്ദാകാൻ മാത്രം ഗൗരവമുള്ള പാപമാണ്, അത് ചെയ്യരുത്.
അത്തരം മാംസങ്ങൾ കഴിക്കുന്നത് ഹറാമാണെന്ന് ഫത്വാകളിൽ രേഖപ്പെടുത്തിയത് മദ്ഹബിലെ പ്രഗൽഭരായ ഇമാമിങ്ങളാണ്. നമ്മുടെ ബലികർമ്മങ്ങളും കുർബാനകളും എല്ലാം അള്ളാഹുവിനാണ്. നമ്മുടെ നേർച്ചകൾ അള്ളാഹ്ക്കാണ്. മന്നദറലി ഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും നേർച്ച നേരുന്നുവെങ്കിൽ അവൻ അതിൽ നിന്ന് പിന്തിരിയേണ്ടവനാണ്. നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. നേർച്ചകൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഖുർബത്തിന്റെ മാർഗമാണ്. അത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ആടിനെയായാലും കോഴിനെയായാലും വേറെ എന്തിനെ നേർച്ചയാക്കിയാലും അള്ളാഹുവിന്റെ ഖുർബത്തല്ലാത്തതെല്ലാം നിങ്ങൾക്ക് ശാപം കിട്ടുന്ന വെറുക്കപ്പെട്ട കാര്യമാണെന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മനുഷ്യരെ, നമ്മുടെ ഇബാദത്ത് പടച്ചവനിലേക്ക് മടങ്ങണം. പിന്നെ നമ്മൾ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് സ്വീകരിക്കാനുള്ള നിബന്ധന എന്താണ്? ഒന്നാമത്തേത് ഇഖ്ലാസ് ഉണ്ടാവലാണ്. ആ കാര്യം അള്ളാഹുവിൻ്റെക്കെന്ന് കൂലി കിട്ടണമെന്ന ഉദ്ദേശമാവണം. നാട്ടുകാർ കാണാൻ, ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ, ജനങ്ങളുടെ സമ്മതി കിട്ടാൻ, ആളുകളുടെ അംഗീകാരം കിട്ടാൻ, കയ്യടി കിട്ടാൻ, ഇതിനല്ല നിസ്കാരം, ഇതിനല്ല നോമ്പ്, ഇതിനല്ല ദിക്ർ, ഇതിനല്ല സ്വലാത്ത്. ഇസ്ലാമിലെ ഇബാദത്തുകൾ പടച്ച റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. ഒരാളുടെ കർമ്മം സ്വീകരിക്കാനുള്ള രണ്ടാമത്തേതെന്താ? പടച്ച റബ്ബിന്റെ പ്രവാചകനെ പിൻപറ്റണം. കുല്ലിൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റണം. യുഹ്ബുബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും. മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ ആരെങ്കിലും അനുസരിച്ചാൽ അവൻ സ്വർഗ്ഗത്തിലെത്തും. വമൻ അസാനി, എന്നെ ആരെങ്കിലും ധിക്കരിച്ച് നടന്നാൽ ഫഖദ് അബാ, അവൻ വിസമ്മതിച്ചവനാണ്. കിട്ടൂല. നാളെ സ്വർഗത്തിന്റെ പരലോക കോടതിയിൽ എത്തുമ്പോൾ സ്വർഗം നരകം തീരുമാനിക്കുന്നതിന് മുമ്പ് ഓരോ നബിമാരും അവരുടെ അനുയായികൾക്ക് ഒരു ഹൗദ് എന്ന് വെള്ളം കൊടുക്കും. നമ്മുടെ നബിന്റെ ഹൗദ് ഹൗദുൽ കൗസറാണ്. അതാർക്കാ? അത് ഈ ഉമ്മത്തിലെ സ്വർഗാവകാശികൾക്ക് കൊടുക്കേണ്ടതാണ്. ഹൗദുൽ കൗസറിന്റെ വെള്ളം കുടിക്കാൻ വേണ്ടി ചിലരൊക്കെ ദാഹിച്ച് വരഞ്ഞ് നബിന്റെ മുമ്പിലേക്ക് എത്തും. നബി തങ്ങൾ വെള്ളം ഒഴിക്കാൻ നിൽക്കുമ്പോൾ ഒരു മറയിടപ്പെടുകയാണ്. ഇവർക്ക് വെള്ളം കൊടുക്കരുത്, പാടില്ല, പാടില്ല എന്ന് പറയാ. നബി തങ്ങൾ ചോദിക്കുകയാണ്, വഹും മിൻ ഉമ്മത്തി, അവരൊക്കെ എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് പടച്ചോനെ. നബി തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ, നിങ്ങൾ മരിച്ചതിന് ശേഷം, താങ്കൾ മരിച്ചതിന് ശേഷം നിങ്ങളുടെ കാലശേഷം ഈ ദീനിൽ ഇല്ലാത്തത് തുന്നിച്ചേർത്തവരാണ് അവര്. കൊടുക്കൂല. അത് കേട്ടപ്പോ നബിന്റെ മുഖം വിവർണമാകും. സുഹഖൻ സുഹഖാ, ദൂരേക്ക് ദൂരേക്ക് നിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് പറയും. നാളെ പരലോകത്ത് ചില മനുഷ്യന്മാർ ഒരുപാട് നിസ്കാരവും ഒരുപാട് ദിക്റും ഒരുപാട് സ്വലാത്തും ഒക്കെയായി വന്നിട്ട് അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ദീനിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് ഞങ്ങളൊക്കെ ഒരുപാട് നല്ലത് ചെയ്തു എന്ന് വിചാരിച്ചു വരും. അവർ അള്ളാഹിന്റെ കോടതിയിൽ നഷ്ടക്കാരായി പൊളിഞ്ഞു പാളീസായി പോകുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. അമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ, അധ്വാനിച്ച് ക്ഷീണിച്ച് അവശരായി വന്നിട്ട് നരകത്തിൽ വെന്ത് തിളക്കുന്ന ജനങ്ങളായിരിക്കും ചിലർ. അതിൽ ഉലമാക്കന്മാർ ഇതൊക്കെ വിശദീകരിച്ച് പറയാ. നമ്മുടെ ഓരോ കാര്യങ്ങളും സ്വീകരിക്കപ്പെടാൻ നബി തങ്ങളുടെ മാതൃകയുണ്ടാവണം. അതില്ലാത്ത ഒരു ഇബാദത്തും പടച്ച റബ്ബിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടൂല. നമസ്കാരം അവിടുന്ന് പഠിപ്പിച്ചു തന്നത് നബി തങ്ങളാണ്. ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിൽ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. 5 നേരത്തെ നിസ്കാരം കൊടുത്തു. വല്ലാത്തൊരു സമ്മാനായിരുന്നു. അത് വന്നിട്ട് സ്വഹാബത്തിനെ പഠിപ്പിക്കുമ്പോ നബി എന്താ പറഞ്ഞത്? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം. ഇതുകൊണ്ടാണ് നമ്മൾ സുബ്ഹിന്റെ റക്അത്ത് എണ്ണം കൂട്ടാത്തത്. നല്ലതല്ലേ? ഒരു ഫാത്തിഹ കൂടൂലേ, ഒരു അത്തഹിയാത്ത് കൂടൂലേ? പാടില്ല എന്ന് നബി അതാ പഠിപ്പിച്ചത്. പള്ളി കയറുമ്പോ എന്താ നമ്മള് ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, എന്താ അങ്ങനെ പറയുന്നത്? വേറെന്താ പറയാത്തത്? അത് നബി അതാ പഠിപ്പിച്ചത്. ഏത് കാര്യത്തിലും നമ്മൾ എന്താ പിൻപറ്റുന്നത്? നമസ്കാരത്തിന് കൈ കെട്ടിയിട്ട് നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹ ഓതുന്നതിന് പകരം യാസീൻ ഓതാൻ പറ്റുമോ? അത് യാസീൻ മോശാണോ? അല്ല, അത് നബി പഠിപ്പിച്ചൊരു റൂട്ടുണ്ട്. എന്ത് കാര്യത്തിലും അതുണ്ട്. നമസ്കാരം പഠിപ്പിച്ചു, നോമ്പ് പഠിപ്പിച്ചു, സക്കാത്ത് കൊടുക്കുന്ന രൂപങ്ങളെല്ലാം പഠിപ്പിച്ചു. ഹജ്ജിന് വേണ്ടി തന്റെ സ്വഹാബത്തിനെ കൂട്ടി 1.25 ലക്ഷം വരുന്ന അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തുമായി കൊണ്ട് അറഫാ ദിനത്തിൽ സംഗമിക്കുകയാണ്. അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാകുമോ എന്നൊന്നും പറയാൻ കഴിയൂല. ഞാനൊരു കാര്യം പറയട്ടെ, ഖുദു അന്നീ മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണമെന്ന് നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ നിന്ന് ഹാജിമാരൊക്കെ പോയി അതിന്റെ അവസാനത്തെ യാത്രാ സംഘങ്ങൾ പോകാനിരിക്കുകയാണ്. സമയം
സമയമെടുത്തുകൊണ്ടിരിക്കുകയാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കാനിരിക്കുക. ഖേദകരമെന്ന് പറയാൻ നമുക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. ഒരുപാട് ഹജ്ജ് പഠന ക്ലാസ്സുകളും ഹജ്ജ് യാത്രയപ്പുകളൊക്കെ നമ്മുടെ നാട്ടിലും ഇത് അടുത്തടുത്ത പരിസരങ്ങളിലൊക്കെ നടന്നല്ലോ. എന്താ ക്ലാസ്? പോകുന്ന വഴിക്കൊക്കെയുള്ള മഖാമുകളിൽ കയറണം, ദർഗകളിൽ കയറിയിട്ട് പൈസ ഇടണം, അവിടെ തവക്കുലാക്കണം, അവരുടെയൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് വേണം ഇതിന് പോകാൻ. എന്ത് പറയാൻ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഇത് പറയാന് ഇവിടുന്ന് മഖാമുകളിൽ കൊണ്ടുപോയി ഇറക്കിയിട്ടാണ് കയറി കൊണ്ടുപോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ മിനയിൽ, മുസ്ദലിഫയിൽ, അറഫയിൽ ടെന്റുകളിൽ പോയി താമസിച്ചവരോട് ചോദിച്ചു നോക്ക്. അമീറിന്റെ കീഴിൽ കിടന്നിട്ട് എന്താ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എവിടുന്ന്? മക്കയുടെ മണ്ണിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയ മണ്ണിലെത്തിയിട്ട് പോലും ഈ സാധുക്കളായ മലയാളികളായ പാവപ്പെട്ട സാധാരണക്കാരെ ചൊല്ലിപ്പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കൃതികളാണ്. അപ്പോഴും കൊടുക്കാൻ ചാൻസ് ഇല്ല. ശിർക്കിലായി കൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകുക, ശിർക്ക് ചെയ്യിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരിക. വല്ലാത്ത ദയനീയാവസ്ഥയാണ്. ഹജ്ജ് എന്നെ കണ്ട് പഠിക്കാൻ നബി തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഏത് കാര്യത്തിലും അവിടുന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താ? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ. നമ്മുടെ കാര്യത്തിൽ തീരുമാനമില്ലാത്ത, ചർച്ചയില്ലാത്ത, നമ്മുടെ അഭിപ്രായമില്ലാത്ത, നമ്മുടെ അംഗീകാരമില്ലാത്ത ഒരു കാര്യം ഒരാൾ ചെയ്താൽ അത് തള്ളേണ്ടതാണ്. ഫഹുവ റദ്ദുൻ, അത് തള്ളേണ്ടതാണ്. മൻ അഹ്ദസ ഫീ അംരിനാ മാ ലൈസ മിൻഹു. ഈ ദീനിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളേണ്ടതാണ്. പറ്റൂല. നമ്മുടെ വകയായിട്ടൊരു ദിക്ർ ഉണ്ടാക്കാൻ പറ്റൂല, നമ്മുടെ വക സ്വന്തമായിട്ടൊരു സ്വലാത്ത് ഉണ്ടാക്കാൻ പറ്റൂല, നമ്മുടെ വകയായി ദീനിന്റെ ഇബാദത്തായി ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ മൈക്കയിൽ പ്രസംഗിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കാറിലാണല്ലോ പ്രസംഗിക്കാൻ വന്നത്, അപ്പൊ നിങ്ങൾ എന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? മൈക്ക എന്നുള്ളതൊരു ഇബാദത്തല്ല. കാർ ഓടിക്കുക എന്നതൊരു ഇബാദത്താണോ? റോഡ് ടാർ ചെയ്യുക എന്നത് ഇബാദത്താണോ? ഇസ്ലാമിൽ ഈ നിലക്ക് മനുഷ്യന്മാരുണ്ടാക്കുന്ന ഭൗതികമായ ചില സാധനങ്ങളാണ്, അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം. എന്നാൽ നമ്മുടെ വീട് ടൈൽസ് ഇടണോ അതല്ല സിമന്റ് മാത്രം തേച്ചാൽ മതി നമുക്ക് തീരുമാനിക്കാൻ പറ്റും. എന്നാൽ ഒരു നിസ്കാരം പുതിയത് ഉണ്ടാക്കണോ ഉണ്ടാക്കണ്ടേന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല. ദീനാണ്, അത് ഇബാദത്താണ്, അത് നമ്മളെ വക ഉണ്ടാക്കാൻ പറ്റൂല. ദീനല്ലാത്ത ദുനിയാവിയായ നമ്മുടെ കാര്യം, ഷർട്ട് ധരിക്കണോ ജുബ്ബ ധരിക്കണോ, പച്ച കസേര വേണോ ചുവപ്പ് കസേര വേണോ വെള്ള കസേര വേണോ, അതൊക്കെ ദുനിയാവിയ കാര്യമാണ്, അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എന്നാൽ മതത്തിന്റെ കാര്യത്തിൽ ഒന്നും നമ്മുടെ വകയായി തുന്നിച്ചേർക്കാൻ പറ്റൂല. എന്നാൽ അവിടുന്ന് നബിതങ്ങൾ അതാ അവിടുന്ന് പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ. മരിക്കുന്നതിന് മുമ്പ് 23 കൊല്ലത്തെ നബിന്റെ ജീവിത ചരിത്രത്തിൽ എത്രയേറെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ തന്നു. അവിടുന്ന് പോകുന്നതിന്റെ മുമ്പ് പറഞ്ഞല്ലോ ഹുദൂ, അവിടുന്ന് പറഞ്ഞ വാക്ക് നോക്കുക. ആ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊരു കാര്യമാണോ നബിതങ്ങൾ കൊണ്ടുവന്നതെങ്കിൽ അതിനെ നിങ്ങൾ സ്വീകരിക്കുക. എന്തൊരു കാര്യമാണോ നബി പാടില്ല എന്ന് പറഞ്ഞത് അതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക. പാടില്ല എന്ന് പറഞ്ഞ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്, ഒഴിവാക്കുകയാണ് വേണ്ടത്. നോക്കൂ നിങ്ങൾ, അവിടുന്ന് നബിതങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പാടുണ്ട് പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഉമ്മ് എന്ന കിതാബ് നമുക്ക് ഏറെ പരിചയമുള്ള കിതാബാണ്. അൽ ഉമ്മ് ഇമാം ഷാഫി തങ്ങൾ എഴുതിയതാ. ആ കിതാബിൽ അവിടുന്ന് ആദ്യം ഒരു അധ്യായം കൊടുക്കുന്നുണ്ട്. അവിടുത്തെ 1-ാമത്തെ വാള്യത്തിലെ 424-ാമത്തെ പേജിൽ ഒരു പാഠം, പുതിയ പാഠം തുടങ്ങുകയാണ്. പാഠത്തിന്റെ ഹെഡിങ് ഖബർ കെട്ടിപ്പൊക്കാൻ പാടുണ്ടോ ഇല്ലയോ, നബി എന്താ പഠിപ്പിച്ചത്? ആയിക്കോട്ടെ, മുഅ്മിൻ സാധാരണക്കാരനാവട്ടെ, ഒരാൾ മരിച്ചാൽ ആ മനുഷ്യന്റെ ഖബർ ഇങ്ങനെ കെട്ടിപ്പൊന്തിച്ച് ഉയർത്തി, പിന്നെ സിമന്റ് ഇട്ട്, പിന്നെ ബിൽഡിംഗ് ഉണ്ടാക്കി, പിന്നെ പെട്ടിപ്പിരിവ് വെച്ച്, പിന്നീട് അവിടേക്ക് സിയാറത്ത് എന്ന പേരും പറഞ്ഞുകൊണ്ട് ഉത്സവങ്ങളും ഉറൂസുകളും ഒക്കെ നടത്തുന്നതിനെ പറ്റി എന്താ ഇമാം ഷാഫി തങ്ങളുടെ അഭിപ്രായം? അവിടുന്ന് പറയാണ്, വഖാല ഷാഫിഈ, ഇമാം ഷാഫി റഹ്മഹുല്ലാ പറഞ്ഞു, വഇന്നമാ ഉഹിബ്ബു അൻ യശ്ഖസ അലാ വജ്ഹിൽ അർളി ശിബ്റൻ ഔ നഹ്വ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരാളുടെ ഖബർ ഒരു ചാണ് ഉയർത്തുന്നതാണ്, ഒരു ചാണ്. വഹബ്ബു അൻ ലാ യുബ്നാ, ഖബർ കെട്ടിപ്പൊക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വലാ യുജസ്സസ്, അതുമ്മ കുമ്മായമിടുന്നതും എനിക്ക് ഇഷ്ടമല്ല. ഫഇന്ന ദാലിക യുശബ്ബിഹു സീനത വൽ ഖുയലാ വലൈസൽ മൗത്ത്. ജീവിച്ചിരിക്കുന്നവർക്കാണ് അലങ്കാരങ്ങളും നല്ല ഭംഗിയും ഒക്കെ വർദ്ധിപ്പിക്കേണ്ടത്, മരിച്ചവരുടെ പിന്നെ എന്താണുള്ളത്? വലമ്മറ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാരി മുജസ്സസതൻ. എത്രയോ പുണ്യവാളന്മാരായ ഇസ്ലാമിലെ ഒറിജിനൽ ശുഹദാക്കന്മാരായ മുഹാജിരീങ്ങളും അൻസാരികളുടെയും ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഖബറും കെട്ടിപ്പൊക്കി ഉയർത്തി കുമ്മായമടിച്ച് മിനുക്കിയെടുത്ത് പട്ടുപിരിച്ച് വിധാനിച്ചതായി ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് നമ്മുടെ ഗുരുവര്യനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി.
ഇതൊക്കെ പള്ളി ദർസിൽ കിതാബ് ഇരിക്കുന്നുണ്ട്, ഒന്ന് തുറന്ന് വായിച്ചു നോക്കിയാൽ മതി. അദ്ദേഹം പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ ഇത് പറയാൻ കാരണം ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ തുബ്നൽ ഖുബൂറ ഔ തുജസ്സസ. ഖബർ കെട്ടിപ്പൊക്കാനും ഖബർ കുമ്മായം ഇടാനും പറയുന്ന നബി തങ്ങൾ അത് പാടില്ലെന്ന് വിലക്കിയിട്ടുണ്ട് ഞങ്ങളോട്. അത് ചെയ്യൂല. അതുകൊണ്ടാണ് ഇന്നും ആ രാജ്യത്ത് നമ്മൾ ചെന്നതാണല്ലോ, പോയവരാണ്. ബദർ ശുഹദാക്കന്മാരുടെ ഖബർ എന്താ സിമന്റ് ഇട്ടാഞ്ഞിട്ടാണോ? എത്ര വലിയ സൗധങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഉഹദ് ശുഹദാക്കന്മാരുടെ ഖബർ അവിടെയുണ്ട്. കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? അവിടെ പൈസ പിരിവുണ്ടാക്കിയിട്ടുണ്ട്. എന്തൊരു പെട്ടി വെച്ചാൽ എത്ര ലാഭം ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ. അപ്പോൾ അതിനേക്കാളൊക്കെ പോരിശയാണോ ഒമാനോ ശുഹദാക്കൾക്ക്? അവരെക്കാൾ പോരിശയാണോ നമ്മുടെ നാട്ടിലെ മറ്റുള്ള ഏതെങ്കിലും ആളുകൾക്ക്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒറിജിനൽ ശുഹദാക്കന്മാർക്കതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ സുന്നത്ത് എല്ലാ കാര്യത്തിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇമാം ഷാഫി തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, നമസ്കാരം കഴിഞ്ഞാൽ അവിടുന്ന് എല്ലാ ദിക്റുകളും പ്രാർത്ഥനകളും നബി തങ്ങൾ പഠിപ്പിച്ചു. അതൊക്കെ ചെയ്യണം. ഓരോരുത്തരും വ്യക്തിപരമായി അത് പഠിക്കണം. അവിടുന്ന് പ്രാർത്ഥനകളെല്ലാം ഉണ്ടാകണം. ഇമാം ഷാഫി റഹ്മഹുല്ലാ പറയാണ്, കിതാബുൽ ഉമ്മ് 1-ാം വാള്യം 205-ാമത്തെ പേജ്, എനിക്കിഷ്ടം ഇമാമും മഅ്മൂമിയും ദിക്ർ ചൊല്ലണം. ബഅദൽ ഇൻസിറാഫി മിനസ് സ്വലാത്തി, നിസ്കാരം കഴിഞ്ഞാൽ വയഖ്ഫയാനി, രണ്ടുപേരും പതുക്കയാവണം. അപ്പുറത്തിരിക്കുന്ന മനുഷ്യന് പോലും ശല്യമാകരുത്. ഇല്ലാ യകൂന ഇമാമൻ യജിബു അൻ യതഅല്ലമ മിൻഹു, തന്റെ മുമ്പിൽ യാതൊന്നും അറിയാത്ത പഠിതാക്കളായി പുതുതായി ഒക്കെ ഇസ്ലാമിലേക്ക് വന്നവരെ പോലെയുള്ള ഒന്നും ഒരു ദിക്റും അറിയാത്തവരാണെങ്കിൽ അവർക്ക് പഠിക്കാൻ വേണ്ടി അല്പം ശബ്ദത്തിലാകാം. ഹത്താ യറാ അന്നഹു ഖദ് തഅല്ലമ മിൻഹു സുമ്മ യസർ, അവരിപ്പോ ഒക്കെ പഠിച്ചിട്ടുണ്ട്, അവർക്ക് ഏതൊക്കെ ദിക്റാ ചൊല്ലേണ്ടത് എന്ന് പഠിച്ചാൽ പിന്നെ അതും പാടില്ല. ഇതാണ് കിതാബുൽ ഉമ്മിൽ ഇമാം ഷാഫി തങ്ങൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞ പിറകോട്ട് മാറിയിരിക്കും, ദിക്റുകളെല്ലാം ചൊല്ലും, പ്രാർത്ഥനകളെല്ലാം ചൊല്ലും. സുന്നത്ത് നമസ്കരിക്കാൻ നബി തങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. എന്തെല്ലാം കൃത്യമായി നബി പഠിപ്പിച്ചത് കണ്ടു പഠിച്ചവരായ ഉലമാക്കന്മാർ രേഖപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഖുതുബയെ കുറിച്ച് എന്താണ് അവിടുന്ന് അഭിപ്രായം ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മുടെ നാട്ടിലെ സാധാരണയായി മലയാളികൾ തിങ്ങി നിൽക്കുന്ന ഈ കേരള മണ്ണിൽ നമ്മൾ എന്ത് ഭാഷയിലാണ് ഖുതുബ നടത്തേണ്ടത്? എന്റെ അഭിപ്രായം നിങ്ങൾ മാനിക്കണ്ട, ഞാനേത് പ്രസ്ഥാനക്കാരനാണെന്ന് നോക്കണ്ട. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്ക് അവിടുത്തെ കിതാബുൽ ഉമ്മിന്റെ 307-ാമത്തെ പേജ്, വലാ ബഅസ അൻ യതകല്ലമ അർ-റജുല ഫീ ഖുതുബത്തിൽ ജുമുഅത്തി വകുല്ലു ഖുതുബത്തിൻ ഫീമാ യഅനി വയഅനി ഖൈറ ബികലാമിൻ നാസ്. ഇവിടെ ജനങ്ങളുടെ സംസാരത്തിലായിരിക്കണം ജനങ്ങളോട് സംസാരിക്കേണ്ടത്. വലാ ഉഹിബ്ബു അൻ യതകല്ലമ ഫീമാ ലാ യഅനി വലാ യഅനി الناس വലാ ബിമാ യഖ്ബഹു മിനൽ കലാം. ഇങ്ങനെ എഴുതി പറയുന്നുണ്ട്. ആ ഖുതുബയുടെ അടിസ്ഥാനത്തിൽ നബി തങ്ങളുടെ ഖുതുബ വിശദീകരിക്കുന്നുണ്ട്. 2 ഖുതുബ ഉണ്ടാകുമായിരുന്നു, അതിന്റെ ഇടയിൽ ഇരിക്കുമായിരുന്നു. നബി ഇടയ്ക്കിടെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. നമസ്കരിക്കാതെ പള്ളിയിൽ വന്ന് ഇരുന്നയാളോട് ആ സ്വല്ലൈത ഖുതുബന്റെ ഇടയിൽ നീ നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ ഭാഷയിലായിരുന്നു, ചോദിച്ചാൽ മനസ്സിലാകുമായിരുന്നു. എന്തുകൊണ്ടാണ് നബി തങ്ങളുടെ ആ ജീവിതകാലത്തുണ്ടായിരുന്ന സംഭവ സമൃദ്ധങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അവിടുന്ന് നബി തങ്ങളുടെ ഖുതുബയെ കിട്ടിയവരൊക്കെ അതിൽ നിന്ന് മാറ്റണ്ടായി. അവര് പലതുണ്ടായിരുന്നു, ഒക്കെ തിരുത്തിയെടുത്തു. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ ഉപദേശം ശരിക്കും ലഭിക്കാതെ പോയത്? 500 കൊല്ലം ആയുസ് കിട്ടിയിട്ട് എന്താ കാര്യം? ഒരു ഖുതുബ പോലും ജീവിതത്തിൽ ഒന്നും പഠിക്കാൻ പറ്റാതെ അറബിയിലെ ചില ശബ്ദങ്ങൾ കേട്ട് ഇറങ്ങിപ്പോരാണ്. പഠിക്കണ്ട്. ഒരു മനുഷ്യൻ മരിച്ചാല് മരിച്ച വീട്ടിൽ വരെ സ്വൈരമായി പോകാൻ പറ്റുമോ സുഹൃത്തുക്കളെ? കല്യാണ വീട് പോലെയായി. ഞങ്ങൾ സുന്നത്തിന്റെ ആൾക്കാരാന്ന് പറയാ. അവിടെ ഒരു വിധവ ഇരിക്കുന്നുണ്ട്, 2-3 യതീമായ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരം ചില പാട്ടൊക്കെ പാട്ട്, ചിലയിടത്ത് ബുർദ, ചിലയിടത്ത് വേറെന്തൊക്കെയോ പാട്ട്, പിന്നെ കുറെ ദിക്റാണെന്ന് പറഞ്ഞുകൊണ്ട് ചൊല്ലൊക്കെ മയ്യത്തിന് കൂലി കിട്ടാനാണെന്നും പറഞ്ഞു. പിന്നെ നല്ല ഗംഭീരമായ തീറ്റ എന്ന് മരിച്ച അന്ന് 3-ന്റെ അന്ന് കണ്ണൊക്കെ ഇങ്ങനെ പൊട്ടി ഒലിച്ച് വയറിന്റെ അവിടത്തൊക്കെ ഇങ്ങനെ ഓരോ ജീർണിക്കുന്ന അവസ്ഥയ്ക്ക് എത്തി. മയ്യത്ത് ഇങ്ങനെ ഉരുകി തീരുമ്പോ ഇവിടെ 3-ന്റെ അന്ന് കൂറ്റം പോത്ത്, വലിയ പന്തല്. കല്യാണ വീടാണോ മരണ വീടാണോ എന്ന് ഇന്ന് നേരെ തിരിച്ചറിയാൻ പറ്റണില്ല. ആൾക്കാരൊക്കെ തീറ്റയെ പറ്റിയ ചർച്ച ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 40-ന്, അത് കഴിഞ്ഞ 7-ന്. എന്താണ് കിതാബുകളിൽ നബി തങ്ങൾ എന്താ പഠിപ്പിച്ചത്? അത്രേ ഉള്ളൂ, അത് പഠിച്ചാ തീരും. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നത് മയ്യത്തിന്റെ വീട്ടിൽ പോയിട്ട് എല്ലാവരും പോയി ചോറ് തിന്നിട്ട് അഭിപ്രായം പറയലല്ല. മയ്യത്തിന്റെ വീട്ടിൽ 3, 4, 40, 17 നടത്തൽ എനിക്ക് ഇഷ്ടമല്ല. എനിക്കിഷ്ടം, ഞാൻ പഠിച്ചത് മയ്യത്തിന്റെ കുടുംബക്കാരും അയൽവാസികളും മയ്യത്തിന്റെ വീട്ടുകാർക്ക് അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. നമ്മളെ കുടിയിൽ ഉണ്ടാക്കിയിട്ട് അപ്പുറത്തെ കുടിയിൽ കൊണ്ടേ കൊടുത്ത് നിങ്ങൾ കഴിക്കിട്ടോ, നിങ്ങൾ വിഷമിച്ചിരിക്കലിട്ടോ, സമാധാനിപ്പിക്കണം. ഇസ്ലാം എന്ത് എളുപ്പമാണ്.
ഇത് മരിച്ച കടം വരികയാണ്. പോത്തിന് പഠിക്കാൻ പൈസ വേണ്ടേ, ചടങ്ങുണ്ടാക്കണ്ടേ, എല്ലാവർക്കും നോട്ടീസ് കൊടുത്തിട്ട് വരാൻ പറയാണ്. മരിക്കോളം തിരിഞ്ഞു നോക്കാത്ത മനുഷ്യന്മാര് വരെ അന്ന് തിരിഞ്ഞു നോക്കും. രോഗമായിട്ട് 10-20 മാസം രോഗമായിട്ട് തിരിഞ്ഞു നോക്കാത്ത കുടുംബക്കാര് 3 വരും. ഇന്ന് സന്ദർശിക്കേണ്ടത് എപ്പോഴാ? ആദുൽ മരീൽ, രോഗിയാകുമ്പോ സന്ദർശിക്കാൻ പോണം, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിന്റെ തലക്കരികിൽ ഇരുന്നു കൊണ്ട് ആ നിലക്കുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്കണം, അദ്ദേഹത്തിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കണം. അതിനൊന്നും പോവില്ല. 3 ഉണ്ടെന്ന് പറഞ്ഞാൽ ചാടി പുറപ്പെടും, കട പൂട്ടി പോകും. 40 ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറങ്ങി ഓടും. ഇന്ന് എന്താ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞറിയോ? രാവിലും പകലിലുമായി അവർക്ക് വയറു നിറക്കാനുള്ള അല്പം ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണം. എന്തുകൊണ്ട്? അതാണ് സുന്നത്തിലുള്ളത്. ഇത് പറയുന്നതിനാണ് നമ്മൾക്ക് ദിക്റില്ല, ചോറില്ല, പോത്തില്ല, ആവശ്യമുള്ളിടത്തൊക്കെ ഗംഭീരമായി നടത്തുന്നുണ്ട്. അനാവശ്യമായി മനുഷ്യനെ കൊല്ലണ ഒരു പരിപാടിയും ഇസ്ലാം പറയാത്തോണ്ട് നമ്മൾ ചെയ്യേണ്ടി വരില്ല. ഇന്നിപ്പോ എന്താ വെച്ചാല് ഇസ്ലാമിലുള്ളതൊക്കെ ഒരാൾ ഇങ്ങനെ പാലിച്ചു തുടങ്ങിയ ആൾക്കാർ ഓനെ നോക്കിയിട്ട് പറയും, ഓൻ പഴച്ചക്കണ്, ഓൻ പുത്തമ്പാതിക്കണ്, ഓനാകെ ഒരാൾ നിസ്കാരമില്ല, പള്ളി പോക്കൂല, ജുമയില്ല, സിഗരറ്റ് വലിച്ചു നടക്കണം, ഓൻ പഴച്ചിട്ടില്ല, അവർക്ക് കേടുമില്ല, ഓൻ അഹ്ലുസ് സുന്ന വൽ ജമാഅ. ഇതന്ന് നമ്മുടെ നാട്ടിലാണ് പച്ചക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ ഈ അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് സംസാരിക്കാൻ പോയിട്ട് അവിടെ നിന്ന് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ പണ്ട് ഒരു നിസ്കാരമില്ല, ഒന്നുമില്ല, കുറെ ഗുണ്ടാ സംഘത്തെ പോലെ കച്ചറി നടക്കിയിരുന്നു. ഒരു പ്രഭാഷണത്തിൽ പ്രഭാഷകനെ എന്തെങ്കിലും ഒന്ന് കാട്ടെന്ന് വെച്ച് കമ്പി എടുത്ത് വന്ന ആളാണ്, അത്രക്ക് ദേഷ്യമായിരുന്നു. ഇയാള് വന്ന് ഈ പ്രസംഗം മൊത്തം അങ്ങോട്ട് കേട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പ്രഭാഷകനെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ടാണ് പോയത്. ഞാൻ ഇങ്ങനെ ഒന്നല്ല വിചാരിച്ചിരുന്നത്, നിങ്ങൾ കേട്ടപ്പോഴാണ് ഇതാണില്ലെന്ന് മനസ്സിലായത്. പിന്നെ അദ്ദേഹം അന്നേ ദിവസം രാത്രി പോയി കുളിച്ച് വൃത്തിയായി നിസ്കാരം തുടങ്ങി. പാൻ്റൊക്കെ ഒരു സിസ്റ്റത്തേക്ക് എത്തി, താടിയൊക്കെ അങ്ങനെ വളരാൻ തുടങ്ങി. ഇന്ന് പള്ളിയിൽ സുബൈക്ക് ബാങ്ക് കൊടുക്കാൻ മനുഷ്യനാണ്. ഇപ്പൊ ആ നാട്ടിൽ എന്താ ഉപരെ പറ്റി പറയും? ഉപരി പഴച്ചു എന്നാ പറയും. ഉപരാകെ പഴച്ചു. എന്തേ? നിസ്കാരം തുടങ്ങി, പള്ളി പോകാൻ തുടങ്ങി, കാര്യങ്ങൾ തർത്തീബായി. അതുവരെ അത് ഉണ്ടായിരുന്നില്ല, അപ്പൊ പഴച്ചിട്ടില്ല. എന്നിട്ട് ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഉമ്മാനോട്, നിങ്ങളെ മോനെ സൂക്ഷിക്കണം, മോൻ പഴച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി അത്ഭുതപ്പെട്ടു, എന്റെ മോൻ നന്നായോനെങ്ങനെ പഴക്കണത്. ഇതാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഒരാൾ ഇസ്ലാമിലുള്ളത് മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ തുടങ്ങിയ അവനെ പറ്റി ആൾക്കാരും പറയുന്നു, അവൻ കുറച്ച് ഓവറാണ്, ഉത്തമവാദിയാണ്, ഈ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ഫഇന്നദാലിക സുന്ന വദിക്റുൻ കരീം വഹുവ മൻ ഫഅല അഹ്ലുൽ ഖൈരി ഖബ്ലനാ. നമ്മുടെ മുമ്പുണ്ടായിരുന്നോലൊക്കെ ചെയ്ത നല്ല കാര്യം അതായിരുന്നു. ലിഅന്നഹു ലമ്മ ജാഅ നഅയു ജഅഫറിൻ, ജഅഫർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ പ്രിയപ്പെട്ട അവിടുത്തെ കുടുംബത്തിന്റെ അടുത്തേക്ക് ചെല്ലിയാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അവരോട് പറയണം, അയൽവാസികളോട്, ഇജഅലൂ ലിആലി ജഅഫറ തുആമാ, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. മയ്യിത്തിന്റെ വീട്ടുകാരൊക്കെ പാടെ നാട്ടേക്ക് ചോറെടുക്കല്ല, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാർക്ക് നിങ്ങൾ അങ്ങോട്ട് ഭക്ഷണം കൊടുക്കണം. ഫഇന്നഹു ഖദ് ജാഅഹും അംറുൻ യശ്ഗുലുഹും, അവർക്ക് ഭക്ഷണത്തിനോട് ഇപ്പൊ താല്പര്യം ഉണ്ടാവില്ല, അവർക്കത് കഴിക്കണം എന്നുള്ള മൂഡിലാവില്ല, അവരുടെ പ്രിയപ്പെട്ടവരാണ് മരിച്ചിരിക്കുന്നത്. ഇതാണ് ഇസ്ലാമിൽ. നിങ്ങൾ എന്ത് കാര്യം നോക്കിക്കോ, ഈ രൂപത്തിൽ നമ്മൾ വായിച്ചാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്താ പഠിക്കേണ്ടത്. അവിടുന്ന് മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറയാണ്, അൽ അദ്കാർ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 122-ാമത്തെ പേജിൽ നമ്മളൊന്നും പറയണ്ട, അതിങ്ങനെ വായിച്ചു കൊടുത്താൽ മതി. ഇമാം നബവി ആരാ? 2ാം ഷാഫിഈ എന്നറിയപ്പെടുന്ന മഹാപണ്ഡിതൻ. അദ്ദേഹം പറയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇഖ്റഊ യാസീൻ അലാ മൗതാക്കും, നിങ്ങൾ മരിച്ചു കിടക്കുന്ന മനുഷ്യരുടെ അടുത്തിരുന്ന് യാസീൻ ഓതണമെന്ന് ഇമാം നബവി പറയാണ്. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, ഇസ്നാദുഹു ളഈഫുൻ, അത് സ്വീകാര്യയോഗ്യമായ ഹദീസല്ല കേട്ടോ. ഫീഹി മജ്ഹൂലാനി, ആ ഹദീസിന്റെ പരമ്പരയിൽ 2 ആളുകളെ കുറിച്ച് ഒരു വിവരമില്ല. ഒരു മുസ്ലിമാണോ, ഒരു ഏത് ലെവലാണെന്ന് ഒരു പിടുത്തം കിട്ടാത്ത ആൾക്കാരാണ്. ആ ഹദീസ് സ്വഹീഹല്ല മോനെ എന്ന് ഇമാം നബവി തങ്ങൾ 122-ാമത്തെ പേജിൽ പഠിപ്പിച്ചു തരിക. ഇങ്ങനെ മനുഷ്യന്മാർ, അപ്പൊ ഇതെങ്ങാനും നമ്മൾ ചെയ്യാതിരുന്ന ഓൾക്ക് ഖുർആൻ ഓത്തില്ല, ഓൾക്ക് ദിക്റില്ല. ഇങ്ങനെ ഓരോ കാര്യത്തിലും നമ്മുടെ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കലുകൾ ധാരാളമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്മാര് അവരുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടുന്ന ഏതേത് കാര്യത്തിലും പടച്ച റബ്ബിന്റെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ സുന്നത്തിനെ മുറുകെ പിടിച്ചാലാണ്. നബി തങ്ങളുടെ മാർഗം പിൻപറ്റിയവർക്കാണല്ലോ മന്നത്വാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവർക്കാണല്ലോ സ്വർഗമുള്ളത്. എന്നെ എന്ന് പറഞ്ഞാൽ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മാർഗം പിൻപറ്റുന്നവർക്കാണ് സ്വർഗമുള്ളത്.